മോഡി സർക്കാർ അധികാരത്തിലേറി 12 വർഷം പൂർത്തിയായിരിക്കുകയാണ്. വ്യാഴവട്ട പൂർത്തീകരണത്തിന്റെ ആഘോഷങ്ങൾ ഒരു വശത്ത് തിമിർക്കുകയാണ്. നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ജനാധിപത്യ ധാർമ്മികതയുടെ അപജയ സൂചനകളും രാജ്യത്തിന്റെ മുന്നിലുണ്ട്. 12 വർഷങ്ങൾ കൊണ്ട് സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ നെല്ലിപ്പടി കണ്ടിരിക്കുന്നു. ഭയാനകമാണ് ഈ ദുരവസ്ഥ. പണപ്പെരുപ്പം, കയറ്റുമതി, ധനക്കമ്മി എന്നിങ്ങനെയുള്ള ആഘാതങ്ങൾ വളർച്ചയെയും നിക്ഷേപത്തെയും മൂക്കുകുത്തിച്ചിരിക്കുന്നു. വർത്തമാന ഇന്ത്യയെ പോലെ ഇത്രയധികം ദുർബലമായ മറ്റൊരു സമ്പദ് വ്യവസ്ഥയും ലോകത്തില്ല. ഈ പിന്നോട്ടടി മുമ്പെങ്ങും ഇല്ലാത്തതുമാണ്. ഏതെങ്കിലും ഒരു മാക്രോ ഇക്കോണമിക് അടിസ്ഥാന ഘടകം പോലും ആരോഗ്യകരമല്ല. എല്ലാ സൂചകങ്ങളിലും രാജ്യത്തിന്റെ പ്രകടനം വളരെ മോശമാണ്. ഇത്തരം മോശം സ്ഥിതി സമ്പദ്ഘടനയെ വലിയൊരു അപകടത്തിലാഴ്ത്തിയിരിക്കുന്നു. GDP വളർച്ച മരവിച്ചിരിക്കുന്നു. NSOയുടെ 2025-26 രണ്ടാമത്തെ അഡ്വാൻസ് എസ്റ്റിമേറ്റ് വളർച്ച 7.6% രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈ കണക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇത് 1% പണപ്പെരുപ്പത്തെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. 12 ലക്ഷം കോടിയിലധികം രൂപ പെരുപ്പിച്ച് കാണിച്ചതിന് ശേഷമാണ് GDPയിലെ വളർച്ച 2023-24 കാലയളവിൽ ഉയർത്താനായത് എന്നതും ഓർമ്മിക്കാം. നിലവിലെ US ഡോളറിൽ IMFന്റെ വേൾഡ് എക്കണോമിക് കണക്കുകൾ കാണിക്കുന്നത് വളർച്ച വെറും 4.2% മാത്രമാണെന്നാണ്. പണപ്പെരുപ്പം കുതിച്ചുയരുകയാണ്. രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുകയാണ്. ഫലമോ 2026-27 യഥാർത്ഥ വളർച്ച 5 മുതൽ 5.5% കുറയും. ഇതോടൊപ്പം IMFന്റെ ഡോളർ അധിഷ്ഠിത വളർച്ച 2 മുതൽ 4% ഇടിയും. പണപ്പെരുപ്പം അതിവേഗം വർദ്ധിക്കുന്നു. പെട്രോൾ, ഡീസൽ അടക്കം ഇന്ധന വിലകൾ ഇതിനകം തന്നെ ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു. വില വർധനവ് ഇനിയും തുടരും. ഇന്ധനം, ഗ്യാസ്, വ്യോമയാന ഇന്ധനം എന്നിവയുടെ വിലക്കയറ്റത്തിൽ നിന്നുണ്ടാകുന്ന രണ്ടാം ഘട്ട ആഘാതങ്ങൾ വ്യവസായ കാർഷിക ചിലവുകൾ വർദ്ധിപ്പിക്കും. ഏപ്രിൽ കേന്ദ്രീകരിച്ചുള്ള മൊത്ത വ്യാപാര വില സൂചിക അനുസരിച്ച് പണപ്പെരുപ്പം തുടർച്ചയായി 8% മുകളിലേക്ക് ഉയരുകയും ചെയ്തു. മോഡി ഭരണത്തിന്റെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഏഷ്യയിലെ ഏറ്റവും മോശം കറൻസിയായി ഇന്ത്യൻ രൂപ മാറിയിരിക്കുന്നു. വൈകാതെ $1 100 എന്ന നിലയിലേക്ക് രൂപ എത്തിയേക്കും. സാഹചര്യം അത്രത്തോളം മോശമാണ്. ഇന്ത്യയുടെ $7000 കോടി വിദേശ നാണ്യ ശേഖരം പോലും ആത്മവിശ്വാസം നൽകുന്നില്ല. കടം തിരിച്ചടയ്ക്കാനുള്ള ബാധ്യതകൾ അത്രത്തോളം ഉയർന്നതാണ്. നിക്ഷേപ ചിലവ് ഉയരുകയാണ്. കയറ്റുമതി നിശ്ചലമായി തുടരുന്നു. കറന്റ് അക്കൗണ്ട് കമ്മി ഭയപ്പെടുത്തുന്ന രീതിയിൽ വളരുന്നു. ആഭ്യന്തരവും വിദേശീയവുമായ നിക്ഷേപങ്ങൾ ചുരുങ്ങുകയാണ്. FDI വരവ് നിശ്ചലമാണ്. ലാഭവിഹിതവും നിക്ഷേപവും തിരികെ കൊണ്ടുപോകുന്നതിൽ കുത്തനെയുള്ള വർധനവ് ഉയർന്നിരിക്കുന്നു. 2025 ഇത് $2700 കോടി താഴെയായിരുന്നു. ഇന്ത്യൻ വ്യവസായികൾ വിദേശത്ത് നിക്ഷേപം നടത്താൻ മത്സരിക്കുകയാണ്. പുറത്തേക്കുള്ള FDI കുതിച്ചുയരുന്നു. തൽഫലമായി യഥാർത്ഥ FDI ഫലത്തിൽ 0 അല്ലെങ്കിൽ പിന്നോട്ടോ ആണ്. സോളാർ, ഇലക്ട്രിക് വാഹനം, അർദ്ധചാലക ചിപ്പുകൾ, കമ്പ്യൂട്ടർ സെർവറുകൾ, AI ഏജന്റുകൾ തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക തികവിന്റെ കുറവിൽ ആധുനിക വ്യവസായങ്ങളിൽ ഇന്ത്യയിൽ നിക്ഷേപ അവസരങ്ങൾ വളരെ കുറവാണ്. ആഭ്യന്തര നിക്ഷേപവും നാമമാത്രമാണ്. ആഗോള നിക്ഷേപ റിപ്പോർട്ട് പ്രകാരം 2024 ആഗോള FDI റാങ്കിങ്ങിൽ ഇന്ത്യ 15ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അതിനുശേഷം ഇത് ഇനിയും താഴേക്ക് പോകാനാണ് സാധ്യത. ആഗോളതലത്തിൽ FDI കുറയുമ്പോൾ ഇന്ത്യയുടെ പ്രകടനം തികച്ചും ദയനീയമാണ്. ആഭ്യന്തര സ്വകാര്യ നിക്ഷേപം ഓരോ പാദത്തിലും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഉതകുന്ന നിക്ഷേപങ്ങൾ ഫലത്തിൽ ഒരിടത്തുമില്ല. മൊത്തത്തിൽ ഇന്ത്യയുടെ നിക്ഷേപ വളർച്ചയുടെ ചാലകശക്തികൾ നിലച്ചു തുടങ്ങി. 2013-14 മുതൽ ചരക്ക് കയറ്റുമതി സ്തംഭനാവസ്ഥയിലാണ്. അതേസമയം ഇറക്കുമതി കുതിച്ചുയരുകയും ചെയ്തു. കയറ്റുമതി ദുർബലമായതോടെ ചൈനയുമായുള്ള വ്യാപാര കമ്മി പ്രതിവർഷം $10,000 കോടി കടന്നിരിക്കുന്നു. ഇതിനു പുറമെ ഇന്ത്യയുടെ കയറ്റുമതി മിച്ചം ഇല്ലാതാക്കുമെന്ന അമേരിക്കൻ ഭീഷണി തലയ്ക്ക് മുകളിലുണ്ട്. ഇറാനെതിരെ US-ഉം ഇസ്രയേലും നടത്തുന്ന യുദ്ധത്തെ തുടർന്ന് പശ്ചിമേഷ്യയിലേക്കുള്ള കയറ്റുമതിയും അപകടത്തിലാണ്. ഇന്ത്യയുടെ യഥാർത്ഥ കയറ്റുമതി വഴിമുട്ടിയിരിക്കുന്നു. രൂപയെ സംരക്ഷിക്കാൻ സർക്കാരോ RBIയോ ഒന്നും ചെയ്യുന്നില്ല. മോഡി സർക്കാർ രാജ്യഭരണം ഏറ്റെടുത്തതു മുതൽ സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രത കൂടുതൽ മോശമായി. ധനയിടപാടുകൾ കടുത്ത സമ്മർദ്ദത്തിലാണ്. ഈ വർഷത്തെ യഥാർത്ഥ GST വളർച്ച 2025 ഏപ്രിലെ GST സെസ് ഉൾപ്പെടെ വെറും 2.83% മാത്രമായിരുന്നു. വളം സബ്സിഡി, ഉയർന്ന DA വർധനവ് തുടങ്ങിയ ചിലവുകൾ സാമ്പത്തിക പടുകുഴി കൂടുതൽ ആഴമുള്ളതാക്കും. ഈ സാമ്പത്തിക വർഷം ധനക്കമ്മി 3 ലക്ഷം കോടി രൂപയിലധികം വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചതിനു പുറമെ കഴിഞ്ഞ 12 വർഷങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തെ അപകടകരമായ അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. ഓരോ സ്ഥാപനത്തെയും പിടിച്ചെടുക്കാനും വിയോജിപ്പുള്ള എല്ലാ ശബ്ദങ്ങളെയും നിശബ്ദമാക്കാനും
കഠിനമായി ശ്രമിക്കുന്ന കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയ യന്ത്രമായാണ് BJP ഭരണകൂടം പ്രവർത്തിക്കുന്നത്. ജനാധിപത്യത്തെ നിരീക്ഷിക്കുന്ന സംഘടനകൾക്ക് ജനാധിപത്യ രാജ്യങ്ങളെ തരംതിരിക്കുന്നതിന് വ്യത്യസ്ത രീതികളുണ്ടെങ്കിലും അവരെല്ലാം ഇന്നത്തെ ഇന്ത്യയെ ജനാധിപത്യപരവും സ്വേച്ഛാധിപത്യപരവുമായ സവിശേഷതകളുടെ സംയോജനമുള്ള ഒരു ഹൈബ്രിഡ് ഭരണമെന്നാണ് വിലയിരുത്തുന്നത്. സംശയാസ്പദമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, സങ്കീർണമായ വോട്ടർ രജിസ്ട്രേഷൻ നിയമങ്ങൾ, അവ്യക്തമായ ക്രിമിനൽ പ്രോസിക്യൂഷൻ, ഇല്ലാതാകുന്ന പൗരസ്വാതന്ത്ര്യം എന്നിവയിലൂടെ ഇന്ത്യയിൽ ജനാധിപത്യ സ്ഥാപനങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും തകർച്ചയാണ് പ്രകടമാകുന്നത്. പ്രത്യേകിച്ച് രാജ്യത്തുടനീളം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വതന്ത്രമായ പങ്ക് കഥയായിരിക്കുന്നു. കമ്മീഷന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ മോഡി സർക്കാർ തച്ചുടച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഈസിയായി അന്യായമായ നേട്ടങ്ങൾക്ക് അവസരം നൽകിയെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവർത്തിക്കുമ്പോഴും ആരോപണങ്ങൾ കേൾക്കാൻ പോലും തയ്യാറല്ല. ECIയുടെ സംശയാസ്പദമായ പെരുമാറ്റം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് വ്യവസ്ഥിതിയെ സംശയത്തിലാഴ്ത്തിയിരിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകളോട് കാണിക്കുന്ന അസമമായ സമീപനം അന്താരാഷ്ട്ര ശ്രദ്ധയ്ക്ക് വഴിയായിരിക്കുന്നു. സർക്കാരിനെ വിമർശിക്കുന്നവരെ നിയമ നടപടികൾക്ക് വിധേയരാക്കുന്നു. പൗരസ്വാതന്ത്ര്യത്തിനുമേലുള്ള ആക്രമണങ്ങൾ പ്രത്യേകിച്ച് നിലവിലെ ഭരണകൂടത്തെ വിമർശിക്കുന്നവർക്ക് നേരെ കൂടുതൽ തീവ്രമായിരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും മേലും ആക്രമണവും തുടർക്കഥയായിരിക്കുന്നു.